ആ മകനിലൂടെ കച്ചവടം തുടങ്ങി. എന്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാന്റെ മേൽ, അള്ളാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ. ചിലങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ് അബൂ ദുഐബ് അൽ ഹുദലി. ഈ സങ്കടം മനുഷ്യർക്ക് മുഴുവൻ. അദ്ദേഹം കവിയാണ്. അന്നത്തെ കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കും വാട്സപ്പും ആണ് അന്നത്തെ കവികൾ. ഓല് പറഞ്ഞ ലോകം മൊത്തം അറിയും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്താൽ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് കാണാൻ അവസരമുണ്ട് അതിൽ, അല്ലേ? എന്ന പോലെ കവികൾ എന്ന് പറഞ്ഞ